നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി നീതി വാങ്ങി നൽകുന്ന ഭരത് ചന്ദ്രൻ IPS എന്ന സിനിമാ കഥാപാത്രത്തിൽ നിന്ന് ഭാരതപുത്രൻ എന്ന നിലയിലേക്ക് മാറിയതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സുരേഷ് ഗോപിയെ പൊക്കിയടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ രംഗത്ത് വന്നിട്ടുള്ളത്. 5ാമത് വെൺപാലവട്ടത്തമ്മ ശ്രീചക്ര പുരസ്കാരം സുരേഷ് ഗോപിക്ക് നൽകുകയായിരുന്നു അദ്ദേഹം. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. സുരേഷ് ഗോപിയുടെ യഥാർത്ഥ വിജയം സിനിമയ്ക്കപ്പുറത്ത് ആലംബഹീനരായ സാധാരണക്കാരന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. സാധാരണക്കാരോടുള്ള അനുകമ്പയും സഹാനുഭൂതിയും അദ്ദേഹത്തെ വേറിട്ടതാക്കുന്നു. ജനങ്ങളെ സേവിക്കാൻ അധികാരം ആവശ്യമാണ്, രാഷ്ട്രീയ അധികാരമല്ല, മറിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയാണ്. യഥാർത്ഥ ശക്തി ഉണ്ടാവുന്നത് അറിവ് നേടി സ്വയം തിരിച്ചറിയുമ്പോഴാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ ബിജു രമേശൻ അധ്യക്ഷയായി, അടൂർ പ്രകാശ് MP, പങ്കജകസ്തൂരി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഹരിദ്രൻ നായർ, ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, ഭീമ ജ്വല്ലറി ചെയർമാൻ ഡോക്ടർ B ഗോവിന്ദൻ, ക്ഷേത്ര ട്രസ്റ്റ് വൈസ് ചെയർമാൻ കൺവീനർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വെൺപാലവട്ടത്തമ്മ പുരസ്കാരം ഭാര്യ രാധികയ്ക്ക് സമർപ്പിക്കുകയാണെന്നും സുരേഷ് ഗോപി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. നിരവധി അവാർഡുകൾ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്, പകുതിയും ഏറ്റുവാങ്ങാനായിട്ടില്ല. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ലഭിച്ച പുരസ്കാരങ്ങളിൽ 99% ഭാര്യയോ മകളോ ആണ് വാങ്ങിയിട്ടുള്ളത്. അതിന് കാരണം അവാർഡുകൾക്ക് വേണ്ടിയാവരുത്, തന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. ഈ പുരസ്കാരം വാങ്ങാനുള്ളത് അർഹതയും രാധികയ്ക്കാണ്. അവർ അത് വാങ്ങിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. ഹൃദയം കൊണ്ട് പുരസ്കാരം കൈമാറുകയാണ്. വരും തലമുറയെ പടുകുഴിയിൽ നിന്ന് കരകയറ്റാൻ ശ്രമിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് പുരസ്കാരം വാങ്ങാൻ കഴിഞ്ഞതിൽ അഭിമാനമാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത്. കേരളത്തിന് രക്ഷാപഥം തീർക്കുന്നയാളാണ് ഗവർണർ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ ദിവസം ക്ഷണം ലഭിച്ചിട്ട് മലയാളത്തിന്റെ പ്രിയ നടന്മാരായ മോഹൻലാലും സുരേഷ് ഗോപിയും അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് വലിയ വാർത്തയായിരുന്നു. ഈ ചടങ്ങിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടന്നത്. ഇതിൽ നരേന്ദ്രമോദിയായിരുന്നു പ്രധാന ക്ഷണിതാവ്. എന്നാൽ അന്ന് അയോധ്യയിൽ പോകാൻ സാധിക്കാത്തതിന് കുറവ് നികത്തി കഴിഞ്ഞു സുരേഷ് ഗോപി. അബുദാബിയിൽ നടക്കുന്ന അഹ്ലാൻ മോദി സമ്മേളനത്തിൽ പങ്കെടുത്ത 10,000-കണക്കിന് ഇന്ത്യൻ ജനതയ്ക്കൊപ്പം സുരേഷ് ഗോപി വേദിയിൽ അണിനിരന്നു. ഈ ചിത്രങ്ങൾ അദ്ദേഹം ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തു. തീർത്തും സാധാരണക്കാരനായി അഹ്ലാൻ മോദി ടാഗ് കയ്യിൽ ധരിച്ചാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. ഭാരതം നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് മലയാളത്തിൽ പറഞ്ഞാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. തമിഴ്, തെലുങ്ക്, സംസ്കൃത ഭാഷകളിൽ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്തിരുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വിവാഹത്തിന് പങ്കെടുക്കുന്നത് സംസ്ഥാനത്തെ തന്നെ ആദ്യ കാഴ്ചയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും വൈറലായിരുന്നു. ഇത്തവണ BJP ഏറെ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തൃശ്ശൂര്. അവിടെ BJPയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയായിരിക്കും ഇത്തവണയും മത്സരിക്കുക എന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചകളെല്ലാം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു.